ആലപ്പുഴ ചേർത്തലയിൽ മന്തി റെസ്റ്റോറന്റിന്റെ വിഷു പരസ്യത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം വന്നതിൽ ഉടമ അറസ്റ്റിൽ. സംഭവം ലീക്കായെന്നാണ് തോന്നുന്നത്. 3 ദിവസം ഭഗവാനോട് കാണിച്ച അങ്ങേര് അതിന്റെ ഇരട്ടി തരും. മെഹർ മന്തി റെസ്റ്റോറന്റ് ഉടമ അർഷാദിനെയാണ് ചേർത്തല പോലീസ് അറസ്റ്റ് ചെയ്തത്. 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ചുമത്തിയത്. ഒന്നും വേണ്ടായിരുന്നു. ഇതിന്റെ ഉടമസ്ഥരോട് പറയാനുള്ളത്, നിങ്ങൾ വിഷു ആശംസിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ വിഷു ആശംസകൾ നേർന്നിട്ട് നാട്ടിൽ കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ നിങ്ങൾ വഴിവെക്കരുത്. അത് ശരി. അപ്പൊ നിങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണല്ലേ? എന്തോ ആവട്ടെ, ആ പ്രാന്തം വെളി വന്നിട്ടുണ്ട്. നമ്മള് ചെറിയൊരു ആശംസ പോസ്റ്റർ ഉണ്ടാക്കിയായിരുന്നു. എന്തൊരു തോന്നിവാസോടെ ഇത്. സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാവൂല ഇതൊന്നും പാടില്ല എന്നുള്ളത്. ഇതിന് അപ്പൊ അത് നമ്മൾ തികച്ചും പുറത്തൊരാളെ കൊണ്ടാണ് ആ പോസ്റ്റർ ചെയ്യിപ്പിച്ചത്. വലിയ ഗോത്താഴത്തെ ഡിസൈനർമാര്. എന്നാൽ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ആ ഒരു ചെറിയൊരു മനസ്സിന് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു. തവണത്തേക്കൊന്ന് ക്ഷമിച്ച് മാപ്പാക്കണം, എന്നെ നാറ്റിക്കരുത്. ആ പോസ്റ്റർ, വിവാദപരമായ പോസ്റ്റർ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിലും സോഷ്യൽ മീഡിയയിലോ ഒന്നും ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല. വെറുതെ കിടന്ന് ഉരുളാദാശനെ സമൂഹത്തിലേക്ക് ഇറക്കി വിടാൻ പറ്റുന്ന പോസ്റ്റർ അല്ലാന്ന് മനസ്സിലാക്കിയത് പിൻവലിച്ചെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിൽ ഇതെങ്ങനെ വന്നു? ഒരു സമൂഹം വളരെ അത്യാദരപൂർവ്വം കാണുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ ചിത്രം വെച്ചിട്ട് അതിന്റെ മുമ്പിൽ മാംസാഹാരം വെക്കുക എന്നുള്ളത് ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾക്കറിയാലോ അത് പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ടാ? നിങ്ങൾ മാപ്പ് പറഞ്ഞു, ഓക്കെ ശരി, മാപ്പൊക്കെ ഓക്കെ. ചില അബദ്ധങ്ങൾക്ക് മനുഷ്യന്റെ ജീവനോളം വിലയുണ്ടാകും. ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എത്ര വലുതാണെന്നുള്ളതാണ്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇതൊക്കെ ഏതൊക്കെ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്? ഇതിനെതിരെ പരാതി നൽകിയത് സംഘപരിവാറിന്റെ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള അഭിഭാഷകൻ MV ബിജു ആണ്. VHP ഇപ്പോഴിതാ ഇന്ന് വൈകിട്ട് 4 മണിക്ക് സ്ഥാപനത്തിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. ഈ പണി ഇവിടെ നടക്കത്തില്ല. ഇതെന്തായിരുന്നു? ഞാൻ ഒരു തമാശ കാണിച്ചു, നീ അത് കണ്ടുപിടിച്ചല്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരാണ്ട് കയ്യിൽ ചിത്രം കൊടുത്തു വന്നിട്ട് അത് പരസ്യപ്പെടുത്താൻ പറഞ്ഞു, അങ്ങനൊന്നും ആകാൻ പാടില്ല. അതിന്റെ അമ്മാവ ഞാനൊരു കാഷ്വൽ ടാക്കിൽ. ഇതിലൊക്കെ കൃത്യമായ നമ്മുടെ ഉത്തരവാദിത്വവും കൃത്യമായ അതിനെക്കുറിച്ചുള്ള പരിശോധനയൊക്കെ വേണം. നമ്മുടെ നാടിന്റെ ഇന്നത്തെ അവസ്ഥ ഏതാണ്? വെറുതെ ഇറങ്ങിത്തിരിക്കും മനുഷ്യന്മാരുടെ മനസ്സമാനങ്ങളെ. ചേർത്തല പോലീസ് അത് കേസ് എടുത്തിട്ടുണ്ട്. 1 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ്. BNS 192 ആണ്. അല്ല നാം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ.